ഭരണഘടനയുടെ 130ാം ഭേദഗതി ബിൽ അമിത്ഷാ ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. വലിയ പ്രതിഷേധമാണ് സഭയിൽ അരങ്ങേറിയത്. 2 തവണ സഭ നിർത്തിവെക്കേണ്ടി വന്നു. ആ നിർത്തിവെച്ച സഭ 5 മണിക്ക് വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷം അതിരൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ഈ ബില്ലിനെതിരെ ഉയർത്തുകയാണ്. ഈ ബിൽ കീറി അമിത്ഷായുടെ മുഖത്തെറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് പ്രതിഷേധിച്ചത്. മാത്രവുമല്ല, പ്രതിപക്ഷം ഒറ്റക്കെട്ടായി സഭയുടെ നടുത്തളത്തിലിറങ്ങി ഇതിനെതിരെ പ്രതിഷേധിച്ചു. ഇത് ഫെഡറലിസത്തെ തകർക്കാൻ ഉള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ബിൽ എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. പ്രധാനമായും ആ ആരോപണമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഭരണഘടന നൽകുന്ന ഉറപ്പുകൾ ലംഘിക്കുന്നതാണ് ബിൽ തുടങ്ങിയ പല വിമർശനങ്ങളും പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും 30 ദിവസത്തിൽ കൂടുതൽ ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് അധികാരം വിട്ടൊഴിയേണ്ടി വരുന്ന നിർണായകമായ ബില്ലാണ് ഇപ്പോൾ അമിത്ഷാ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. 31ാം ദിവസം സ്വാഭാവികമായി തന്നെ ആ അധികാരത്തിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന ബില്ലാണ്. അത്തരം കുറ്റകൃത്യങ്ങൾ അവരിലേക്ക് ചുമത്തപ്പെടുകയാണ് എങ്കിൽ കസ്റ്റഡിയിലിരിക്കുന്ന കാലാവധിയിൽ തന്നെ 30 ദിവസം കഴിഞ്ഞാൽ അവർക്ക് അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യം. ഒന്നുകിൽ രാജിവെച്ച് പുറത്തു പോകേണ്ടി വരും, അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ അധികാരം നഷ്ടപ്പെടും എന്നതാണ് സാഹചര്യം. ഇത് ഫെഡറലിസത്തേക്കുള്ള കടന്നുകയറ്റം എന്നതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങേയറ്റം വാഗ്വാദങ്ങൾ നിറഞ്ഞതായിരുന്നു 2 തവണയും സഭ ചേർന്നപ്പോഴുള്ള സാഹചര്യം. ഇപ്പോഴും സമാനമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നു പ്രതിപക്ഷം സഭയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃണമൂൽ അംഗങ്ങളാണ് ബിൽ കീറിയെറിഞ്ഞ് ഇന്ന് സഭയിൽ പ്രതിഷേധിച്ചത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ബില്ലിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ ഇന്ന് സഭയിൽ കണ്ടു. അപ്പോൾ സഭയുടെ നടുത്തളത്തിലിറങ്ങിയുള്ള പ്രതിഷേധം കാണാം. ഈ രീതിയിൽ കടുത്ത വിമർശനമാണ്, പ്രതിഷേധമാണ് സഭയിൽ ബില്ലിനെതിരെ ഉയർന്നത്. പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ ബഹളം തുടരുന്നതിനിടയിലും ഈ ബില്ല് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അമിത്ഷാ പൂർത്തിയാക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് വായിക്കുന്നുണ്ടായിരുന്നു സഭയിൽ. അതിനുശേഷം ഈ ബിൽ JPCക്ക് വിടുന്നത് നേരത്തെ തന്നെ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. ഇരു സഭകളുടെയും ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ഈ ബില്ല് വിടുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടായിരുന്നതാണ്. ആ കാര്യവും സഭയെ അമിത്ഷാ അറിയിക്കുന്നു. പക്ഷേ അതിനുശേഷവും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്നതാണ് നമ്മൾ സഭയിൽ കണ്ടത്. അമിത്ഷായോടായിരുന്നു KC വേണുഗോപാലിന്റെ ചോദ്യം. താങ്കൾക്കെതിരെയും കേസുള്ളതല്ലേ, താങ്കൾ രാജിവെക്കുമോ എന്ന ചോദ്യം KC വേണുഗോപാൽ സഭയിൽ അമിത്ഷായ്ക്കെതിരെ ഉന്നയിക്കുമ്പോൾ താൻ ആ കാലഘട്ടത്തിൽ മാറി നിന്നു എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത്. താൻ അധികാരത്തിൽ നിന്ന് മാറി നിന്നാണ് ആ കേസിനെ നേരിട്ടത്. അതിനുശേഷമാണ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നത് എന്ന കാര്യം അമിത്ഷാ സഭയിൽ പറഞ്ഞു. Sir, BJP people are telling this bill is to bring morality in politics. Can I ask a question to the Honorable Home Minister? When he was the Home Minister of Gujarat, he had been arrested, sir. Whether he took the morality of that point of time? ये विषय नहीं है, morality of that point of time? गृह मंत्री जी, आप मुझे सुनो जरा, मुझे सुनो, गृह मंत्री जी, मुझे सुनो ना, पहले बैठ जाओ. हाँ, गृह मंत्री जी. माननीय अध्यक्ष जी, मैं रिकॉर्ड क्लियर करना चाहता हूं. मुझ पर झूठे आरोप लगाए तब अरेस्ट होने के पहले मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया. और जब तक मैं कोर्ट से निर्देश नहीं हुआ, कोई संविधान पद मैंने स्वीकार नहीं किया. ये क्या सिखाते हैं नैतिकता में?
അറസ്റ്റിലായ വ്യക്തിയല്ലേ താങ്കൾ മാറി നിൽക്കുമോ എന്ന ചോദ്യത്തിനാണ് കേസെടുത്തപ്പോൾ തന്നെ മാറി നിന്നു എന്ന കാര്യം അമിത്ഷാ സഭയിൽ സൂചിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ അധികാരങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണ് സർക്കാർ ഈ ബിൽ അവതരിപ്പിക്കുന്നതിലൂടെ, ബിൽ പാസ്സാക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന വലിയ ആരോപണം. എന്തായാലും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സഭയിൽ രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനാണ് ശ്രമിക്കുന്നത്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമാണ് ഇത് എന്ന് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. നാളെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഏത് തരത്തിലുള്ള കേസും ചുമത്താം, ശിക്ഷിക്കപ്പെടാതെ 30 ദിവസത്തേക്ക് ജയിലിലിടാം, അദ്ദേഹത്തെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പുറത്താക്കാനും കഴിയുന്ന തരത്തിലാണ് ഈ ബിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പ്രിയങ്ക ആരോപിക്കുന്നു. It goes against everything, and to couch it as a measure which is being taken anti-corruption is just to pull a veil across the eyes of the people, because what it basically allows a government to do is to put you don't even have to be convicted. Tomorrow you can put any kind of case on a chief minister and put him in jail for have him arrested for 30 days without even him being convicted, and then he ceases to be chief minister. It's there plain for everybody to see. So I think that it's absolutely wrong. It's anti-constitution. It's against our constitution. It's undemocratic, and it's very unfortunate. ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണ് ബിൽ എന്നതാണ് പ്രിയങ്ക ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നത്. സഭയിൽ പ്രതിപക്ഷ നേതാക്കളെല്ലാം, പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം സഭയിൽ ഉയർന്നു. ഒരു ഘട്ടത്തിൽ അത് കയ്യാങ്കളിയുടെ വക്കോളം എത്തുന്നതും നമ്മൾ സഭയിൽ കണ്ടതാണ്. സഭ നിർത്തിവെച്ചതിന് ശേഷം പിന്നീട് ചേർന്നത് 3 മണിക്കാണ്. 3 മണിക്ക് ഈ പ്രതിഷേധം ഒരു സംഘർഷത്തിന്റെ വക്കോളം എത്തുന്ന സാഹചര്യമുണ്ടായി. JPCക്ക് വിടുന്നു ബിൽ എന്ന കാര്യം അമിത്ഷാ സൂചിപ്പിച്ചതിന് ശേഷവും സഭാ തലത്തിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറി. അതിനെ തുടർന്നാണ് സഭ പിന്നീട് 5 മണിവരെ നിർത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത്. अनुमति प्रदान की जाती है। विरोध में नागे माननीय अध्यक्ष जी, माननीय सदस्य, സഭ നിർത്തിവെച്ചിട്ട് ചേർന്ന ഉടൻ തന്നെ വലിയ പ്രക്ഷോഭത്തിലേക്കും പ്രതിഷേധത്തിലേക്കും കാര്യങ്ങൾ നീങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഈ രീതിയിൽ വലിയ പ്രതിഷേധം സഭയിൽ ഉയരുമ്പോൾ അതിന് മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ് ഉയർത്തുന്ന ഈ പ്രതിഷേധത്തിൽ പക്ഷേ അവരെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ശശി തരൂരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടാണ്. കഴിഞ്ഞ കുറെ വിഷയങ്ങളിലായി നമ്മൾ കണ്ടതാണ് പാർട്ടിക്ക് വിരുദ്ധമായ നിലപാട് ശശി തരൂർ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിലും ശശി തരൂരിന്റേത് വ്യത്യസ്തമായ നിലപാടാണ്. താൻ ഒരു കുഴപ്പവും ഈ ബില്ലിൽ കാണുന്നില്ല എന്നതാണ് ശശി തരൂർ പറഞ്ഞത്. മാത്രവുമല്ല, ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി 30 ദിവസത്തിലധികം ജയിലിലായാൽ പിന്നെ എങ്ങനെ ആ അധികാര സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെന്നൊരു ചോദ്യം ശശി തരൂർ ചോദിക്കുന്നു. അതൊരു കോമൺ സെൻസ് അല്ലേ എന്ന കാര്യമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് ചോദിച്ചത്. No, as far as I'm concerned, I don't know those bills well enough to give you a comment. On the face of it, it seems reasonable that anyone who does anything wrong should be liable to punishment and should not be holding a high constitutional office or a political office. I think that makes sense. പാർലമെന്റിന്റെ മഴക്കാല സമ്മേളനം അവസാനിക്കാൻ 2 ദിവസം ബാക്കിയുള്ളപ്പോഴാണ് ഈ ഒരു നിർണായകമായ ബില്ല് സഭയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിന് ഇടവ നൽകും ഈ ബില്ല് എന്നത് നേരത്തെ തന്നെ സൂചിപ്പിക്കപ്പെട്ടതാണ്. സമാനമായ നിലകളാണ് ഇപ്പോൾ സഭയിൽ നടന്നുകൊണ്ടും ഇരിക്കുന്നത്. മാത്രവുമല്ല, ഈ ബിൽ ഇത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ഇപ്പോൾ ജയിലിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹത്തിന് പോലും ബാധകമാകുന്ന ബില്ലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷം ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംവിധാനങ്ങൾ നീതിയുക്തമായി പോകുന്നു എന്നത് ഉറപ്പാക്കാനാണ് ഈ നീക്കം എന്നത് അവർ പറയുന്നു. പ്രധാനമന്ത്രിക്ക് പോലും ബാധകമാകുന്നതിനെ എന്തിന് പ്രതിപക്ഷം എതിർക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഫെഡറൽ സംവിധാനത്തിൽ കടന്നു കയറാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഇതിനെതിരെ ഉയരുന്നത്. മാത്രവുമല്ല, നമ്മുടെ നിയമ സംവിധാനത്തിൽ പോലും പറയുന്നത് ഈ ഒരാൾ കുറ്റവാളി എന്ന് വിധിക്കപ്പെടുന്നത് വരെ അദ്ദേഹം കുറ്റവാളിയല്ല, അയാളെ കുറ്റവാളിയായി കണക്കാക്കരുത് എന്നതാണ്. അപ്പോൾ കസ്റ്റഡിയിലിരിക്കുന്ന ഒരാളെ എങ്ങനെ കുറ്റവാളിയായി കണക്കാക്കാനും ഈ അധികാരം ഒഴിയണമെന്ന് നിർബന്ധിക്കാനും കഴിയും? അത് ഭരണഘടനാ വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മറ്റൊന്ന്, ഫെഡറൽ സംവിധാനത്തിലേക്കുള്ള കടന്നുകയറ്റം എന്നതാണ്. നമുക്കറിയാം, അന്വേഷണ സംവിധാനങ്ങളെ ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഒക്കെ
നിയന്ത്രിക്കുന്നു, അവരെ ഉപയോഗിച്ച് ഫെഡറൽ സംവിധാനം തകർക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്ന വിമർശനം കാലാകാലങ്ങളായുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെതിരെ നടന്ന നീക്കവും അതുതന്നെ എന്ന വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾ നടക്കുമ്പോൾ, അതിന് ഭരണഘടനാ സ്ഥാപനങ്ങൾ വരെ ഉപയോഗിക്കപ്പെടുമ്പോൾ, അന്വേഷണ ഏജൻസികളെ ആ രീതിയിൽ ദുരുപയോഗിക്കുമ്പോഴൊക്കെ എങ്ങനെ ഈ ഒരു ബിൽ കൂടി പാസ്സാകുന്ന സാഹചര്യം ഉണ്ടായാൽ ഫെഡറൽ സംവിധാനം നിലനിൽക്കും എന്നതാണ് ഉയർന്ന സംശയം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏറ്റവും വലിയ ആശങ്ക ഉയർത്തുന്നതും മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ബിൽ കൊണ്ടുവരുമ്പോൾ അത്തരം സംശയങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ്. എന്തായാലും കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. JPCക്ക് വിടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നതാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട്. കാര്യങ്ങൾ എങ്ങനെ പോകുന്നു എന്ന് നമുക്ക് കാണാം. എന്തായാലും സഭ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും പക്ഷേ സഭയിൽ ബഹളമായിരുന്നു. അതിനെ തുടർന്ന് സഭ ഇപ്പോൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. നാളെയും വിഷയം സഭയിൽ ഉയരും, പ്രതിപക്ഷ പ്രതിഷേധവും ഉയരും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിലെ ജൈനമ്മ വധക്കേസിലെ സാക്ഷി ഇന്ന് ചില നിർണായക വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 നടത്തി. മനോജ് എന്ന് പറയുന്ന ഈ സാക്ഷി കേസിലെ ഏക സാക്ഷിയാണ്. ആ സാക്ഷി മുഖ്യ സാക്ഷിയാണ് കേസിലെ. മനോജ് എന്ന് പറയുന്ന ഈ മുഖ്യ സാക്ഷി പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളാണ് ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ ന്യൂസ് 18 പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിർണായകമാകുന്ന ഒന്നാണ് ഓട്ടോ ഡ്രൈവർ കൂടിയായ ഈ മനോജിന്റെ തുറന്നുപറച്ചിൽ. മനോജ് സെബാസ്റ്റ്യനുമായി വളരെ അടുത്ത ബന്ധമുള്ള, അടുത്ത് സഹകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. ആ മനോജ് ഈ കൊലപാതകം നടന്ന ദിവസം ആ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിയ വ്യക്തി കൂടിയാണ്, ഏക സാക്ഷി കൂടിയാണ് മനോജ്. സെബാസ്റ്റ്യന്റെ ആവശ്യപ്രകാരമാണ് അന്നത്തെ ദിവസം ഈ കൊലപാതകം നടന്നു എന്ന് അന്വേഷണ സംഘം കരുതുന്ന ദിവസം മനോജ് ആ വീട്ടിലെത്തിയത് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടതാണ്. എന്തിനാണ് സെബാസ്റ്റ്യൻ മനോജിനെ വിളിച്ചു വരുത്തിയത്? മദ്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സെബാസ്റ്റ്യൻ മനോജിനെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. കൊലപാതക ശേഷം പള്ളിപ്പുറത്തെ വീട്ടിൽ എന്തു നടന്നു എന്നതാണ് മനോജിന്റെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. 2024 ഡിസംബർ 23 വൈകിട്ടാണ് 4 മണിക്ക് സെബാസ്റ്റ്യൻ മനോജിനെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അന്വേഷണ സംഘം കരുതുന്നത് ഇതേ ദിവസം 23 3 മണിക്ക് മുൻപ് കൊലപാതകം നടന്നിട്ടുണ്ട് എന്നതാണ്. മദ്യവുമായി വരാൻ പറയുന്നു. അപ്പോൾ ഇതിനു മുൻപും അത്തരം ആവശ്യങ്ങൾ സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, അത് നടത്തി കൊടുത്തിട്ടുണ്ട് മനോജ്. അങ്ങനെ ഒരു സഹായി എന്ന നിലയിൽ കൂടെ നിൽക്കുന്ന ആളാണ് ഈ ഓട്ടോ ഡ്രൈവറായ മനോജ്. ഒരു കുപ്പി മദ്യവുമായി മനോജ് സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടിലേക്ക് മനോജ് എത്തുമ്പോൾ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് പോകാൻ തയ്യാറായി വീട്ടുപടിക്കൽ നിൽക്കുകയാണ് സെബാസ്റ്റ്യൻ. കതക് തുറക്കുന്നില്ല. മദ്യം മനോജിൽ നിന്ന് വാങ്ങുന്നു. ആ മനോജിനോട് പറമ്പിൽ തേങ്ങയുണ്ട് നോക്കൂ എന്ന് പറയുന്നു. അയാളെ അങ്ങോട്ടേക്ക് അയച്ചു. അയാൾ തിരിച്ചു വരുമ്പോഴേക്ക് ഒരു കുപ്പി മദ്യവും സെബാസ്റ്റ്യൻ തീർത്തിരിക്കുകയാണ്. ഒറ്റയ്ക്ക് മിനിറ്റുകൾക്കുള്ളിൽ ഒരു കുപ്പി മദ്യം കുടിച്ചു തീർത്തിരിക്കുന്നു. അതിനുശേഷം വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. നമുക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം, ചില പണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു. അവിടെ നിന്ന് മനോജിനെയും കൂട്ടി സെബാസ്റ്റ്യൻ പുറത്തേക്ക് പോവുകയാണ്. ആ പുറത്തേക്ക് പോയ മനോജിന്റെ പേരിലാണ് ജൈനമ്മയുടെ സ്വർണം സെബാസ്റ്റ്യൻ പണയം വെച്ചത്. ആ ജൈനമ്മയുടെ സ്വർണം മനോജിന്റെ പേരിലാണ് സെബാസ്റ്റ്യൻ പണയം വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വ്യക്തിയാണ് മനോജ്, മുഖ്യ സാക്ഷിയാണ്. ആ മനോജിന്റെ വെളിപ്പെടുത്തലാണ് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജനാണ് ഈ വാർത്ത ബ്രേക്കിംഗ് ആയി കൊടുത്തത്. ആ ശരണ്യയോട് മനോജിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. എന്താ സ്വർണം പണയം വെക്കാൻ ഫ്രിഡ്ജ് മേടിക്കാനാണ് പണയം വെക്കാനെന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അവരെന്നിട്ട് വാങ്ങിയല്ലോ സ്വർണം. ഈ സ്വർണം കൊടുത്തിട്ട് ഇയാൾ എന്ത് പറഞ്ഞു? കൂടെ വന്നോ സെബാസ്റ്റ്യൻ? അന്ന് തന്നെ അപ്പൊ തന്നെ വീടും പൂട്ടി ഇറങ്ങുമായിരുന്നു. വീടിനകത്തിരുന്നാണ് ഓടിച്ചത്.
3 പവന്റെ ഒരു മാലയാണ് പണയം വെക്കുന്നത്. 12,500 രൂപയാണ് ആ സ്വർണം പണയം വെച്ച് കിട്ടിയത്. അതുമായി പോകുന്നത് ഒരു കടയിലേക്കാണ്. അവിടെ നിന്ന് ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നു സെബാസ്റ്റ്യൻ. ആ ഫ്രിഡ്ജുമായി ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ 4 മണിക്കാണ് മനോജും സെബാസ്റ്റ്യനും കാണുന്നത്. അതിനുശേഷം ഈ ഏറ്റുമാനൂരിലെ വീട്ടിലേക്ക് സെബാസ്റ്റ്യൻ പോകുന്നത് വരെ മനോജ് ഒപ്പമുണ്ടായിരുന്നു. മനോജിനോട് ID പ്രൂഫ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോജിന്റെ പേരിൽ ഈ സ്വർണം പണയം വെപ്പിക്കുന്നത്. അതൊക്കെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗം എന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. കാരണം തെളിവുകൾ മറ്റൊരാളുടെ പേരിലാക്കുക എന്നത് പല കേസുകളിലും ഈ സെബാസ്റ്റ്യൻ തുടർന്നു വന്ന രീതിയാണ്. ബിന്ദു പത്മനാഭന്റെ കേസിൽ വസ്തു കൈമാറ്റവുമായി ബന്ധപ്പെട്ട് ബിന്ദു പത്മനാഭൻ എന്ന് പറഞ്ഞ് മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയത് നമുക്കറിയാം. അങ്ങനെ ഓരോ കേസിലും തന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ആരെയെങ്കിലും ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള നീക്കം സെബാസ്റ്റ്യൻ നടത്തിയിരുന്നു. ഈ ജയനമ്മ തിരോധാന കേസിലെ അങ്ങനെ ഒരു ആളായിരുന്നു മനോജ്. അപ്പോൾ മനോജിന്റെ പേരിലാണ് ഈ പണയം വെക്കുന്നത്. അതിനുശേഷം ഈ പണവും ഫ്രിഡ്ജുമായി വീട്ടിലേക്ക് പോകുന്നു. പിന്നീട് ഈ മനോജിനെ വിളിച്ച് ഡിസംബർ 30 ആകുമ്പോൾ ഈ പണയം വെച്ച സ്വർണം എടുത്ത് വിൽപ്പനയും നടത്തുന്നുണ്ട് സെബാസ്റ്റ്യൻ. അതിന് പോകുന്ന ജ്വല്ലറി നേരത്തെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ആ ജ്വല്ലറിയിൽ ജയനമ്മയുടെ സ്വർണം വിറ്റ കാര്യം പുറത്തുവിട്ടതാണ്. അപ്പോൾ ആ ജ്വല്ലറിയിലേക്ക് കൊണ്ടുപോയി ഈ സ്വർണം വിൽക്കാനും മനോജിനെ തന്നെയാണ് സെബാസ്റ്റ്യൻ ഉപയോഗിച്ചത്. സ്ഥിരമായിട്ട് ഓട്ടം വിളിക്കാറുണ്ടോ? എങ്ങോട്ടേക്കായി പോകുന്നത്? ശ്രീ വെങ്കടേശ്വര ജ്വല്ലറി ഉടമയ്ക്കാണ് ഈ സ്വർണം വിറ്റിരിക്കുന്നത്. ആ സ്വർണം വിറ്റ് പണം സെബാസ്റ്റ്യൻ സ്വന്തമാക്കി. സെബാസ്റ്റ്യൻ സ്ഥിരമായി, ഇപ്പോൾ പറഞ്ഞു നിർത്തുന്നത് മനോജ്, സെബാസ്റ്റ്യൻ സ്ഥിരമായി അവിടെ എത്താറുണ്ട്. ആ ഓട്ടോ സ്റ്റാൻഡിൽ സമയം ചെലവഴിക്കാറുണ്ട്. അവിടെ സെബാസ്റ്റ്യന് പ്രത്യേകമായ സ്ഥിരമായി ഇരിക്കുന്ന ഒരു സ്ഥലവുമുണ്ട്. ഈ സെബാസ്റ്റ്യൻ അന്വേഷണ ഉദ്യോഗസ്ഥരോടൊക്കെ പറയുന്നത് താൻ വല്ലപ്പോഴും മാത്രമേ ഏറ്റുമാനൂരിലെ വീട് വിട്ട് ഈ ആലപ്പുഴയിലെ വീട്ടിലേക്ക്, ചേർത്തലയിലെ വീട്ടിലേക്ക് വരാറുള്ളൂ എന്നതൊക്കെയാണ് അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മനോജിന്റെ ഈ വാക്കുകൾ സ്ഥിരമായി അയാൾ അവിടെ എത്താറുണ്ടെന്നും അയാൾക്ക് പല സുഹൃത്തുക്കളുമുണ്ട് എന്നും അവിടെ കൂടുതൽ സമയം ചെലവഴിക്കാറുണ്ട് എന്നും വ്യക്തമാക്കുന്നതാണ്. തനിക്ക് ജൈനമ്മയെ അറിയില്ല എന്ന് മനോജ് പറയുന്നു. കൊലപാതക വിവരം താൻ അറിഞ്ഞില്ല, വീട്ടിലേക്ക് പ്രവേശിപ്പിക്കാൻ അന്ന് ശ്രമിച്ചതുമില്ല, അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല, ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് മനോജ് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം പണയം വെച്ചു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മനോജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു, അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. പക്ഷേ മനോജിനെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയാണ്. ഈ 4 മണിയോടുകൂടിയാണ് ഡിസംബർ 23 മനോജ് എത്തുന്നത്. അതിനും മുൻപ് 1 മണിക്കൂർ മുൻപെങ്കിലും കൊലപാതകം നടന്നു എന്നതാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്ന നിഗമനം. 3 മണിക്ക് മുൻപെങ്കിലും കൊലപാതകം നടന്നിട്ടുണ്ട് എന്നറിയുന്നു എന്ന നിഗമനത്തിൽ അവർ എത്തുന്നു. ഈ അസ്ഥികളും കഷ്ണങ്ങളും മറ്റും അവിടെ കൊണ്ടിട്ടത് മറ്റു വല്ലവരുമായിരിക്കും, താൻ ആ വീട് ഉപയോഗിക്കാറില്ല, അവിടേക്കൊന്നും പോകാറില്ല എന്ന് സെബാസ്റ്റ്യൻ പറയുമ്പോൾ സെബാസ്റ്റ്യൻ അന്ന് ആണ് വൈകുന്നേരം അവിടെ നിന്ന് പോയത് എന്നതിന്റെ പ്രധാനപ്പെട്ട സാക്ഷിയാണ് മനോജ്. എന്തായാലും മനോജ് പറയുന്നത് അന്വേഷണ സംഘം മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മനോജിന് ഇതുമായി ബന്ധമില്ല എന്നത്. കേസിൽ മുഖ്യ സാക്ഷിയായി മനോജ് മാറും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സെബാസ്റ്റ്യന് ആ സ്ഥലവുമായുള്ള ഇടപാടുകൾ, ഈ പണയം വെച്ചതിലുള്ള പങ്ക്, ഒപ്പം തന്നെ ഈ കുറ്റകൃത്യം നടന്ന ദിവസം അവിടെയുള്ള സാന്നിധ്യമൊക്കെ പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമാകുന്നതാണ് മനോജിന്റെ ഈ തുറന്നു പറച്ചിൽ. എന്തായാലും ജയനമ്മ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. രക്തക്കറ ജയനമ്മയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. DNA പരിശോധന ഉൾപ്പെടെയുള്ളവ നടക്കാനുണ്ട്. അതിന്റെ ഫലങ്ങൾ കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഫോക്കസ് 3യിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ചെറിയൊരു ഇടവേള. എന്തു പറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ മുകളിലും
വേടന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി നീട്ടി ഹൈക്കോടതി. റാപ്പർ വേടന് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. അത് ഇപ്പോൾ തിങ്കളാഴ്ച വരെ നീട്ടിയിരിക്കുകയാണ്. ഇന്ന് ഹർജി പരിഗണിച്ച കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ഇപ്പോൾ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു നിർണായകമായിട്ടുള്ള പരാമർശം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത് ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം എങ്ങനെ പീഡനമാകും എന്ന ഒരു ചോദ്യമാണ്, ബലാത്സംഗമാകും എന്നൊരു ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നും ആ കാര്യങ്ങൾ കോടതി വിശദമായി തന്നെ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തെളിവുകൾ അടക്കമുള്ള രേഖകൾ ഹാജരാക്കാൻ ഇരയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇന്ന് കോടതി. ബലാത്സംഗ കേസിൽ വേടൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഈ ഇരയ്ക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തനിക്ക് ഡിപ്രഷൻ ആണെന്നും ജോലി ചെയ്തിരുന്ന ആശുപത്രിയിൽ ഒറ്റപ്പെടുത്തുന്നതായും ഇര വേടൻ അയച്ച വാട്സപ്പ് മെസ്സേജ് അഭിഭാഷകൻ ഹാജരാക്കി. മറ്റു പെൺകുട്ടികളെയും വിവാഹ വാഗ്ദാനം നൽകിയാണോ പീഡിപ്പിച്ചതെന്ന് പരിശോധിക്കണമെന്നും ഇര ഇന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് കേസ് വിശദമായി പരിഗണിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് വേടൻ എവിടെയെന്ന് ഇതുവരെ അറിയില്ല, ഒളിവിലാണ് എന്നാണ് കരുതുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വേടന് ആശ്വാസകരമാകുന്ന നടപടി ഇന്നും ഈ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതാണ് വേടൻ നേരിടുന്ന ആരോപണം. വേടൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനമാകും വരെയാണ് ഇപ്പോൾ അറസ്റ്റ് പാടില്ല എന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ ജോസഫിൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇന്ന് തിങ്കളാഴ്ച വരെ നീട്ടുകയും ചെയ്തിരിക്കുന്നു. ചൊവ്വാഴ്ചയും ജാമ്യ ഹർജിയിൽ വാദം നീണ്ടിരുന്നു. ചൊവ്വാഴ്ച നടന്ന വാദത്തിൽ പരാതിക്കാരി വേടനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് എന്നത് ചൂണ്ടിക്കാട്ടി. എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഉപേക്ഷിച്ച് വേടൻ പോയി എന്നതാണ്. വേടനെതിരെ ഉയർന്ന സമാനമായ പരാതികൾ വീണ്ടും ഇരയുടെ ഭാഗത്തു നിന്ന് അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ റിലേഷനിലൂടെ ഉണ്ടായിട്ടുള്ള വേടൻ ഈ വിശ്വാസവഞ്ചന കാണിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, ലൈംഗിക അതിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്ന കാര്യം കൂടി ഇര ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ചൊവ്വാഴ്ച വാദത്തിനിടെ കോടതി ഉയർത്തിയ സുപ്രധാനമായ പല ചോദ്യങ്ങൾ അത് ഇരയെ സംബന്ധിച്ച് ഈ ഒരു ആശ്വാസകരമായ സാഹചര്യമല്ല ഉണ്ടായിട്ടുള്ളത്. പരസ്പര സ്നേഹത്തിലായിരുന്ന സമയത്തുണ്ടായ ലൈംഗിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്ന ഒരു ചോദ്യം കോടതി ചോദിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ, തെളിവുകളൊക്കെ കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഇരയുടെ അഭിഭാഷകൻ ഇപ്പോൾ ശ്രമിച്ചിരിക്കുന്നത്. അത് വിശദമായി പരിശോധിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതി അത് തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റിയിരിക്കുന്നത്. എന്തായാലും അതുവരെ അറസ്റ്റ് തടഞ്ഞിരിക്കുന്ന സാഹചര്യം റാപ്പർ വേടനെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. വേടൻ എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഒളിവിൽ എന്നതാണ് ഇന്നും സിറ്റി പോലീസ് കമ്മീഷണർ ചൂണ്ടിക്കാട്ടിയ വിവരം. തങ്ങൾ ഇപ്പോൾ കോടതിയുടെ ഒരു നിർദ്ദേശമുള്ളതിനാൽ അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല എന്ന കാര്യം കൂടി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ചൂണ്ടിക്കാട്ടി. എന്തായാലും വേടൻ ഒളിവിൽ തന്നെയാണ്. കോടതിയുടെ നടപടി ഇപ്പോൾ വേടന് ആശ്വാസകരമാണ്. അറസ്റ്റ് ഇനി ഹർജി പരിഗണിച്ച് അതിൽ തീരുമാനമാകുന്നതുവരെ കോടതി തടഞ്ഞിരിക്കുകയാണ്. ഒരിടവേള കൂടി. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ എല്ലാ ഷോറൂമുകളിലും
കോട്ടുവള്ളി സ്വദേശിനി ആശയുടെ ആത്മഹത്യ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. വട്ടിപ്പലിശക്കാരിൽ നിന്ന് പലിശയ്ക്ക് പണമെടുത്ത് ആ പലിശയുടെ ഇരട്ടിയിലധികം തുക തിരിച്ചു നൽകിയതിനു ശേഷവും അവരുടെ പീഡനം സഹിക്കവയ്യാതെയാണ് ആശ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പിൽ അത്തരം കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ആശ കുറിച്ചിട്ടുണ്ട്. ഈ ആരോപണ വിധേയരായിട്ടുള്ള ഒരു റിട്ടയർഡ് പോലീസുകാരനുൾപ്പെടെയുള്ള പോലീസുകാരനും അയാളുടെ ഭാര്യയും അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുകയാണ് പോലീസ്. ഇപ്പോൾ ബിന്ദുവും ഭർത്താവ് പ്രദീപ് കുമാറുമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ടിരിക്കുന്നത്. ഇരുവരും ഒളിവിലാണ് എന്നതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് പറയുന്നത് ഇരുവരും ഒളിവിലാണ് എന്നതാണ്. ഇരുവരെയും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നും പറവൂർ പോലീസ് അറിയിക്കുന്നു. എന്തായാലും ആത്മഹത്യാ കുറിപ്പിൽ അതിഗുരുതരമായിട്ടുള്ള വിവരങ്ങളാണ് ആശ കുറിച്ചിട്ടുള്ളത്. കാരണം 10 ലക്ഷം രൂപ ഒരു പലിശ കൊടുക്കുന്നവരിൽ നിന്ന് കടം വാങ്ങുന്നു. അതിനുശേഷം 30 ലക്ഷം രൂപ താൻ തിരിച്ചു കൊടുത്തു എന്നതാണ് ഇതിൽ പറയുന്നത്. അയൽവാസിയായ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ ബിന്ദുവിൽ നിന്നാണ് 10 ലക്ഷം കടം വാങ്ങുന്നത്. ഇത് തിരിച്ചു നൽകിയിട്ടും പലിശയും പലിശയ്ക്ക് മേൽ പലിശയും ചോദിച്ച് ഭീഷണിപ്പെടുത്തി എന്നതാണ് പറയുന്നത്. 18-ാം തീയതി പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇനിയും നാറ്റിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇവിടെ നിന്ന് തലതല്ലി ചാകുമെന്ന് ഭീഷണിപ്പെടുത്തി. താൻ പൈസ മേടിച്ചതാണ്, അത് തിരിച്ചു കൊടുത്തതാണ്, പക്ഷേ അതിന് രേഖയൊന്നും തൻ്റെ കയ്യിലില്ല. അത് ഇനിയും അതിൻ്റെ പേരിൽ പേപ്പറിൽ ഒപ്പിട്ടു നൽകണമെന്ന് പറഞ്ഞാണ് ഭീഷണി. അല്ലെങ്കിൽ ഭർത്താവിനെയും മക്കളെയും കുടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണി തുടർന്നതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എന്ന് പറയുന്നു. തനിക്ക് പേടിയാണ് മരിക്കാൻ, പക്ഷേ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെയാണ് ഈ ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത്. ആത്മഹത്യാ കുറിപ്പ് ഒപ്പം തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നേരത്തെ തന്നെ ഒരു ആത്മഹത്യാ ശ്രമം ആശയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് കേസും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഈ ആശയെയും ഭർത്താവിനെയും ഒപ്പം തന്നെ ഈ പരാതി പലിശയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ആളുകളെയും ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്ന ആളുകളെയും വിളിച്ചു വരുത്തിയിരുന്നതാണ്. അവിടെ വെച്ച് കേസ് ഒത്തുതീർപ്പാക്കിയതുമാണ്. അവിടെയും ചില പ്രശ്നങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ നടന്നു. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ ആത്മഹത്യ കുറിപ്പുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രദീപ് കുമാറിനും ബിന്ദുവിനുമെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വീട്ടിലെത്തി പലതവണ ഇവർ ഭീഷണിപ്പെടുത്തി എന്നത് ആശയുടെ ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ ഒരു ദിവസം എത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നു. ഇനിയും ഭീഷണിപ്പെടുത്തുമെന്ന അവർ ഭീഷണിപ്പെടുത്തി, ഇനിയും വീട്ടിൽ വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് പറയുന്നത്. പക്ഷേ ഈ സാമ്പത്തിക ഇടപാടുകളിൽ ചില ദുരൂഹതകളുണ്ട്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും ആ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഈ 10 ലക്ഷം രൂപ എന്തിനു വാങ്ങി, എങ്ങനെ വിനിയോഗിച്ചു എന്നതിൽ ഒരു വ്യക്തതയുമില്ല. മാത്രവുമല്ല 30 ലക്ഷത്തോളം രൂപ തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അപ്പോൾ ആശ എങ്ങനെയാണ് ഈ 30 ലക്ഷം അവർക്ക് തിരിച്ചു കൊടുക്കാൻ, അത്രയും വലിയ വരുമാനം അവർക്ക് എവിടെ നിന്നാണ് എന്ന് സംശയമുണ്ട്. മാത്രവുമല്ല കുടുംബത്തിൽ ഭർത്താവിനോ മറ്റാർക്കും ഈ പണം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വ്യക്തതയില്ല എന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭർത്താവിന് ചുറ്റിയടിച്ച പണം ഉൾപ്പെടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ സംബന്ധിച്ച് ചില ദുരൂഹതകൾ അന്വേഷണ സംഘത്തിന് ഉണ്ട്. എന്തിനാണ് ഈ പണം ഉപയോഗിച്ചത്, ഈ പണം തിരിച്ചു നൽകിയെന്ന് പറയുന്ന പണം ഇവർക്ക് എവിടെ നിന്ന് ലഭിച്ചു, അങ്ങനെയൊക്കെയുള്ള ചില ആശങ്കകളുണ്ട്. അതൊക്കെ കടം വാങ്ങിക്കൊടുത്തു എന്നതൊക്കെയാണ് ആശയുടെ ബന്ധുക്കളും മറ്റുമൊക്കെ പറയുന്നത്. പക്ഷേ ഇത്രയധികം തുക ആരെങ്കിലും കടം കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ തുടങ്ങിയ ദുരൂഹതകളിലേക്ക് കൂടി, സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട ദുരൂഹതകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുകയാണ് പോലീസ്. എന്തായാലും ഈ പ്രദീപ് കുമാറും ഭാര്യ ബിന്ദുവും, പ്രദീപ് കുമാർ എന്ന് പറയുന്നത് റിട്ടയർഡ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആരോപണ വിധേയനായിരുന്നു നേരത്തെ. നമുക്കറിയാം 2018 നടന്ന വരാപ്പുഴ
ഉരുട്ടിക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിട്ടുള്ള വ്യക്തിയാണ് പ്രദീപ് കുമാർ. അന്ന് ശ്രീജിത്തിന്റെ ബന്ധുക്കളിൽ നിന്നും 15,000 രൂപ 25,000 കൈക്കൂലി ചോദിച്ചു. പിന്നീട് അവരിൽ നിന്ന് 15,000 രൂപ വാങ്ങി. അങ്ങനെ ആ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിട്ടുള്ള വ്യക്തിയാണ് ഈ പ്രദീപ് കുമാർ. കൈക്കൂലി കേസിൽ സസ്പെൻഷനിലായിട്ടുള്ള പ്രദീപ് കുമാറാണ് ഈ രീതിയിൽ പലിശയ്ക്ക് പണം കൊടുത്ത് അവരിൽ നിന്ന് മുതലും പലിശയും പിന്നെ പലിശയുടെ മേൽ പലിശയും ഒക്കെ വാങ്ങി വീണ്ടും അവരെ ദ്രോഹിച്ച് ആ കേസിൽ കൂടി പെട്ടിരിക്കുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രദീപ് കുമാറിന് അനുകൂലമായി, റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ അയാൾക്ക് അനുകൂലമായ നിലപാടുണ്ടായിട്ടുണ്ട് എന്ന് ബന്ധുക്കൾ ആരോപിക്കുകയാണ്. എപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് അനുകൂലമായി അന്വേഷണ ഉദ്യോഗസ്ഥർ, പോലീസുകാരൊക്കെ നിലപാട് സ്വീകരിച്ചു. മറിച്ചൊരു നീക്കം ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു നീതി കിട്ടിയിരുന്നുവെങ്കിൽ ഈ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു എന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. അവരുടെ പ്രതികരണം കേൾക്കാം. കുറച്ച് പൈസ കടങ്ങൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറച്ച് പേര് ഇങ്ങോട്ട് തരാനും ഉണ്ടായിരുന്നു. അപ്പോൾ 2022 തൊട്ട് ഘട്ടം ഘട്ടമായിട്ട് ഇവിടെ വീടിനടുത്തുള്ളൊരു റിട്ടയർഡ് ആയിട്ടുള്ള പോലീസുകാരനാണ്, പ്രദീപ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളിയുടെ ഭാര്യയുടെ നിന്നും ബിന്ദു എന്നാണ് ഭാര്യയുടെ പേര്. അവരുടെ നിന്ന് RF പൈസ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പലിശ സഹിതം ഒരു 10 ലക്ഷത്തോളം എന്നാണ് പറയണത്, അമ്മ പറഞ്ഞിട്ടുള്ള അറിവ്. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ ഡബിൾ പലിശയുടെ പലിശ അവർക്ക് കൊടുത്തതാണ്. അവർ 110 വെച്ചിട്ടാണ് പലിശ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഡബിൾ അടക്കം ഇവർക്ക് കൊടുത്തിട്ടും പിന്നെ ഇവരൊന്ന് ഭീഷണിപ്പെടുത്തലാണ്. അപ്പോൾ ഈ കാര്യം ഇവിടെ വീട്ടിൽ ഭർത്താവിനും പപ്പക്കും അമ്മക്കും ഒന്നും അറിയാൻ പാടില്ലായിരുന്നില്ല, മക്കൾക്കൊന്നും അറിയാൻ പാടില്ലായിരുന്നില്ല. അപ്പോൾ ഇവരൊക്കെ അറിയുമെന്നോ അറിയിക്കുമെന്ന് പേടിപ്പിച്ചിട്ടാണ് ഇയാൾ ഇത്ര നാൾ ഈ പലിശയും ഇതൊക്കെ ആയിട്ട് മേടിച്ചുകൊണ്ടെന്ന് വെച്ചത്. പോലീസിൽ പരാതി നൽകിയതിന് ശേഷവും പ്രദീപും ഭാര്യയും ഭീഷണി തുടർന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ഇടപെടലുകളും അനുകൂലമായി ഉണ്ടായില്ല. അതാണ് ആത്മഹത്യയ്ക്ക് കാരണമായത് എന്നതാണ് ബന്ധുക്കൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വലിയ ദുരൂഹതകളുണ്ട്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ഇനി അവരായിരിക്കും അന്വേഷണം തുടർന്ന് നടത്തുക. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നമുക്കറിയാം എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്, 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും മറ്റ് പുറമേക്ക് അറിയാൻ പറ്റുന്ന വിവരങ്ങളും മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ട് എന്നത് പറയുന്നു. കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. പക്ഷേ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ആത്മഹത്യയ്ക്കുള്ള പല കുറിയുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ കേസന്വേഷണത്തിലൂടെ വ്യക്തമാകട്ടെ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികൾക്കുള്ളിലും പാർട്ടിക്കുള്ളിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ, നിർണായക നീക്കങ്ങളൊക്കെ ന്യൂസ് 18 വാർത്തയാക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസ് 18 ഇന്ന് പുറത്തുവിട്ട വാർത്തയാണ് തൃപ്പൂണിത്തുറയിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടി എത്തുന്നു എന്ന സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കൂടിയാലോചനകൾ നടക്കുന്നു. രമേശ് പിഷാരടിയുമായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുള്ള കൂടിയാലോചനകൾ നടന്നു എന്നതാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ട വാർത്ത. ഇത് സംബന്ധിച്ച് ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് നേതൃത്വം ഇത്തരമൊരു നിർണായക നീക്കം തൃപ്പൂണിത്തുറയിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. കെ ബാബു മത്സരിക്കുന്ന മണ്ഡലമാണ്. സിറ്റിംഗ് MLA കെ ബാബു ആണ്. കെ ബാബു മത്സരിക്കാനില്ല എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിന് ചില അനാരോഗ്യം ഒക്കെ ഉള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ആ മണ്ഡലം നിലനിർത്താൻ ആവശ്യമായ മറ്റൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് പരിഗണിക്കുന്നു. ആ സജീവ ചർച്ചകൾ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ 2016 അപ്രതീക്ഷിതമായ ഒരു തോൽവിയാണ് കെ ബാബുവിന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. 5 തവണ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച കെ ബാബു M സ്വരാജിന് മുന്നിൽ അപ്രതീക്ഷിതമായി തോൽക്കുന്ന സാഹചര്യം 2016 ഉണ്ടാകുന്നു. പക്ഷേ 2021 വീണ്ടും മത്സരിക്കുമ്പോൾ കെ ബാബു M സ്വരാജിനെ തന്നെ തോൽപ്പിക്കുന്നു. പക്ഷേ 992 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് മണ്ഡലത്തിൽ അന്ന് 2021 മത്സരിച്ച് ജയിക്കുമ്പോൾ കെ ബാബുവിനുള്ളത്. മാത്രവുമല്ല, മതചിഹ്നം ഉപയോഗിച്ചു എന്ന് പറഞ്ഞ ആ ജയം കോടതി കയറുന്ന സാഹചര്യവും ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അപ്പോൾ വളരെ കുറഞ്ഞ മാർജിനുള്ള ജയമാണ് 2021 തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ മണ്ഡലം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് കോൺഗ്രസ്. ആ മണ്ഡലം നിലനിർത്തുന്നതിന് ആവശ്യമായ നീക്കങ്ങൾ വേണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രമേശ് പിഷാരടിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം അവിടെ ഈ
വളരെ കുറഞ്ഞ മാർജിനിലേക്ക് കോൺഗ്രസ് ചുരുങ്ങി എന്ന സാഹചര്യം. കോൺഗ്രസിന്റെ അടിയുറച്ച ഒരു മണ്ഡലമാണ്, 5 തവണ കെ ബാബു പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. പക്ഷേ എന്താണ് ഈ സാഹചര്യം ഭൂരിപക്ഷം കുറയുന്നതിലേക്ക് എത്തിച്ചത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ 2 ടേമിലായി 2016-ലും 2021-ലുമായി അവിടെ NDA സ്ഥാനാർത്ഥികൾ വോട്ട് ഉയർത്തിയ ഒരു സാഹചര്യം നമുക്ക് കാണാം. 2016-ൽ തുറവൂർ വിശ്വംഭരൻ ആയിരുന്നു സ്ഥാനാർത്ഥി. ഏതാണ്ട് 29,000-ൽ പരം വോട്ട് ആ മണ്ഡലത്തിൽ തുറവൂർ വിശ്വംഭരൻ സമാഹരിച്ചു. KS രാധാകൃഷ്ണനായിരുന്നു 2021-ൽ സ്ഥാനാർത്ഥി. അപ്പോൾ 23,756 വോട്ട് KS രാധാകൃഷ്ണൻ ആ മണ്ഡലത്തിൽ നേടുന്ന സാഹചര്യമുണ്ടായപ്പോൾ 2016-ൽ ഏറ്റവും കൂടുതൽ വോട്ട് ഏതാണ്ട് 29,843 വോട്ട്. അത് കുറച്ച് കുറഞ്ഞുവെങ്കിൽ പോലും 23,756 വോട്ടിലേക്ക് മാത്രമേ ചുരുങ്ങിയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അന്ന് കെ ബാബുവിന് ജയിക്കാനായത്. ഇതാണ് ഒരു മാറി ചിന്തിക്കലിന്, അവിടെ മറ്റൊരു തരത്തിലുള്ള സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യത്തിലേക്കും നീക്കത്തിലേക്കും കോൺഗ്രസിനെ എത്തിച്ചിരിക്കുന്നത്. അവിടെ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ യുവാക്കളുടെയും സ്ത്രീകളുടെയും വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അവിടെ വേണം. ചില സാമുദായിക സമവാക്യങ്ങൾ കൂടി ഉണ്ടായാൽ അതിനും അതീതമായി വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ ഉണ്ടായാൽ മാത്രമേ ആ മണ്ഡലം ഉറപ്പിക്കാനാകൂ എന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കം നടക്കുന്നത്. നമുക്കറിയാം, രമേശ് പിഷാരടി ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. കേരളത്തെ സംബന്ധിച്ച് മിമിക്രി പരിപാടികളിൽ, സ്റ്റേജ് ഷോകളിലൂടെ, ഒപ്പം തന്നെ മറ്റ് TV ഷോകളിലൂടെയും ഒക്കെ വളരെ പരിചിതനായ വ്യക്തിയാണ് രമേശ് പിഷാരടി. അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഒക്കെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിലാണ് രമേശ് പിഷാരടിയെ അവിടെ പരിഗണിക്കുന്നത്. ഈ NDA സമാഹരിക്കുന്ന വോട്ടുകൾ അത് തിരിച്ചു പിടിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി രമേശ് പിഷാരടിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് തക്ക വിധത്തിലുള്ള നീക്കങ്ങളാണ് അവിടെ നടന്നു വരുന്നത്. എന്തായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ കഴിയും എന്ന പ്രതീക്ഷ, എന്ന് വെച്ചാൽ ഇനി സ്ഥാനാർത്ഥി നിർണയം നടന്ന് മറ്റ് മുന്നണികൾ ഏതെങ്കിലും തരത്തിലൊക്കെയുള്ള പരീക്ഷണങ്ങൾക്ക് അവിടെ മുതിർന്നാൽ പോലും രമേശ് പിഷാരടി വരികയാണെങ്കിൽ തൃപ്പൂണിത്തുറ നിലനിർത്താൻ കഴിയും എന്ന ഒരു ആത്മവിശ്വാസം കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് രമേശ് പിഷാരടി എന്ന് കരുതുന്നു. അങ്ങനെ ആ ഒരു ഇമേജ് പ്രയോജനപ്പെടുത്തുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, M മുകേഷിനെ, ഇന്നസെന്റിനെ, ഒപ്പം തന്നെ ദലീമ ജോജോയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള കലാകാരന്മാരെ രംഗത്തിറക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷണങ്ങൾ CPM സ്ഥിരം നടത്തി വരുന്നതാണ്. ആ മോഡലിൽ കോൺഗ്രസും ചിന്തിക്കുന്നു. തൃപ്പൂണിത്തുറ കൈവിട്ടു പോകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇതിലൂടെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനു തമ്മിലുള്ള ആശയവിനിമയങ്ങൾ തുടരുകയാണ്. ഒപ്പം തന്നെ അവിടെ രാജു പി നായർ ഒരു പരിഗണനയിലുള്ള സ്ഥാനാർത്ഥിയാണ്. രാജു പി നായർ ആ സ്ഥലത്ത് നിന്നുള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ജില്ലയിലെ ഒരു പ്രമുഖ നേതാവാണ് രാജു പി നായർ. അപ്പോൾ രാജു പി നായറും പരിഗണനയിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ രമേശ് പിഷാരടിയാണ് കോൺഗ്രസിന്റെ ഫസ്റ്റ് ചോയ്സ്. ഒരിടവേള. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് നമസ്കാരം. നമുക്ക് ഇനി പോകാം. എന്നിട്ട് എന്തായി സെഗ്മെന്റിലേക്ക്.
ദേശീയപാതയിൽ പലയിടത്തും വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുന്നതും റോഡ് തകരാറിലായതുമൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് 2-3 മാസങ്ങൾക്ക് മുൻപ്. സമാനമായ സാഹചര്യങ്ങൾ പലയിടത്തും നിലനിൽക്കുന്നു. അശാസ്ത്രീയമായ നിർമ്മാണവും മറ്റുമൊക്കെ വലിയ ഗതാഗത പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ മലപ്പുറം കൂരിയാട് ദേശീയപാത വിള്ളൽ വീണതും ഇടിഞ്ഞു പോയതും വലിയ വാർത്തയായിരുന്നു. 3 മാസം പിന്നിടുന്നു ആ കൂരിയാട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട്. അതിനുശേഷം അവിടെ എന്താണ് സാഹചര്യം? ഈ നിർമ്മാണത്തിലെ പാളിച്ചകളാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത് എന്നത് വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നതാണ്. അവിടെ അതനുസരിച്ചുള്ള മാറ്റങ്ങളോടുകൂടി വേണം ഇനി നിർമ്മാണം നടത്താനുള്ളത് എന്നതും തീരുമാനിച്ചിരുന്നു. അപ്പോൾ കൂരിയാട് ദേശീയപാത 66-ൽ വിള്ളലുണ്ടായതിനു ശേഷം അവിടെ ദേശീയപാത പൊളിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇപ്പോൾ ആളുകൾ എങ്ങനെ പോകുന്നു? എങ്ങനെ ആണ് അവിടുത്തെ സഞ്ചാരം? എന്തൊക്കെയാണ് അവിടെയുള്ള ഇനിയുള്ള നടപടികൾ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി CB അനുമോദ്. മെയ് 19-നാണ് ദേശീയപാത 66-ൽ മലപ്പുറം കൂരിയാട് പുതിയ ഹൈവേയും സർവീസ് റോഡും ഇടിഞ്ഞു വീണത്. വലിയ വാർത്തയായിരുന്നു. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് ഈ സംഭവത്തോടെ പുറത്തു വന്നത്. തുടർന്ന് എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ചർച്ചകളായി. മാസങ്ങൾക്കിപ്പുറം ഇവിടെ വന്നു നിൽക്കുമ്പോൾ മുൻപ് നാട്ടുകാർ മുന്നോട്ട് വച്ച അതേ ആശയം പ്രായോഗികമായി നടപ്പാക്കാനൊരുങ്ങുകയാണ് ദേശീയപാത അതോറിറ്റിയും നിർമ്മാണ കമ്പനിയും. മൂന്ന് മാസങ്ങൾക്കിപ്പുറം കൂരിയാട് ദേശീയപാതയുടെ അവസ്ഥ ഇപ്രകാരമാണ്. ഇവിടെയായിരുന്നു പഴയ ദേശീയപാത നിന്നിരുന്നത്. ആ ഇടിഞ്ഞ ഭാഗം ഇവിടെയായിരുന്നു. ആ പ്രദേശത്തെ നിർമ്മാണം മുഴുവൻ നീക്കി, അവിടെ കട്ടകളും മണ്ണുമെല്ലാം നീക്കി അവിടെ ഇപ്പോൾ വയഡക്റ്റ് നിർമ്മിക്കാനുള്ള നടപടികൾക്ക് തുടക്കമാവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മണ്ണ് പരിശോധനയും ഫൈലിങ്ങിൻ്റെ നടപടികളൊക്കെയാണ് ഇവിടെ തുടങ്ങുന്നത്. ഏകദേശം 380 മീറ്ററോളം ദൂരത്തിലാണ് ഇവിടെ വയഡക്റ്റ് വരിക. അതായത് ആ ഇടിഞ്ഞ ഭാഗം പൂർണ്ണമായി ഒഴിവാക്കി അവിടെ മേൽപ്പാലമാണ് ഇവിടെ വരുന്നത്. ഈ ഭാഗം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു വലിയ വിണ്ടുകീറലുണ്ടായി പാടത്തേക്ക് റോഡ് തള്ളിയത്. അതൊക്കെ തന്നെ നേരെയാക്കി ഇവിടെ ഗതാഗതത്തിന് യോഗ്യമാക്കിയിട്ടുണ്ട്. 2 ഭാഗത്തെയും സർവീസ് റോഡുകൾ ഇതിനോടകം തന്നെ ഉപയോഗത്തിന് സജ്ജമാണ്. അവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4 മാസം കൊണ്ട് ഈ ഒരു നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ പ്രാരംഭ ജോലികൾ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായിട്ടും തുടങ്ങിയെന്ന് പറയാനാകില്ല. പ്രദേശവാസികളെ സംബന്ധിച്ച് നിലവിലെ നടപടികൾ തൃപ്തികരമാണെന്ന് അവർ പറയുന്നു. ഇവിടെ പാലത്തിനുള്ള പ്രാഥമിക നടപടികൾ മണ്ണ് പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മണ്ണ് പരിശോധന നടക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വർക്ക് ഇപ്പോൾ NHAൻ്റെയും അതേപോലെ തന്നെ KNRCൻ്റെയും അധികൃതരായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് പാലത്തിൻ്റെ ഡിസൈനിങ്ങും മറ്റ് സംഗതികളൊക്കെ ആയി. ഇപ്പോൾ മണ്ണ് പരിശോധനയ്ക്കുള്ള നടപടികളെ ആയിട്ടുള്ളൂ. ആ മണ്ണ് പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഉടനെ തന്നെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുകയാണ്. ഇത് 380 മീറ്ററാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഈ 380 ഏകദേശം ആയാൽ തന്നെ വെള്ളം കൃത്യമായി അങ്ങോട്ടേക്കോട്ട് ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ് അതിലെ പ്രാധാന്യം. ആ വെള്ളം ഒഴുകുന്ന ഒരവസ്ഥ ഉണ്ടായാൽ തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കൂരിയാട് ഈ നിർദ്ദിഷ്ട ഹൈവേയുടെ ഇരുവശവും വയലാണ്. അപ്പോൾ വയലിലെ വെള്ളം കെട്ടി നിൽക്കാതെ ഈ ഒരു സംവിധാനം അതിന് സജ്ജമാകണം. അതല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒരു അപകടം സംഭവിക്കുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും ആ ഒരു നിർദ്ദേശം മുൻപേ ഉയർന്നതാണ്. എന്നാൽ അത് വലിയ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുൻപ് മണ്ണിടിഞ്ഞ് അല്ലെങ്കിൽ റോഡ് തകർന്നതുകൊണ്ട് ആ തരത്തിലേക്ക് നിർമ്മാണം മാറ്റുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാണെങ്കിലും 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നാണ് NHA ഒക്കെ അവകാശപ്പെടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷം അവസാനത്തോടെ ഇതിലെ റോഡ് തുറന്നു കൊടുക്കും. ഇനിയിപ്പോൾ നിർമ്മാണത്തിൻ്റെ കാര്യമാണ്. ഇവിടെ ഈ ഭാഗം മുതൽ
നമുക്ക് അവിടെ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ഒരു പാലത്തിൻ്റെ അവസാന ഭാഗം, കോഴിക്കോട് ഭാഗത്തുനിന്ന് അവിടെ മുതൽ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന കുരിയാട് ഭാഗം വരേക്ക് ആണ് ഇവിടെ മേൽപ്പാലം വരിക. അതിൻ്റെ നടപടികളാണ്, അതിന് വയഡക്റ്റ് നിർമ്മിക്കാനുള്ള നടപടികൾക്കാണ് ഇവിടെ തുടക്കമാവുന്നത്. എന്നാണെങ്കിലും നിലവിലെ കുരിയാട് വരുന്ന ആർക്കും ഈ ഒരു തരത്തിലുള്ള സാഹചര്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും ജനങ്ങളുടെ നിർദ്ദേശം അല്ലെങ്കിൽ പ്രദേശവാസികളുടെ നിർദ്ദേശം അത് ഒരു മേഖലയിലെ നിർമ്മാണ പ്രവർത്തനത്തിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. കാരണം ഇവിടുത്തെ ഭൂഘടന മനസ്സിലാക്കാതെയുള്ള നിർമ്മാണമാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക് വഴിയൊരുക്കിയതെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി കണക്കിലെടുക്കുമ്പോൾ നേരത്തെ തന്നെ ആകാമായിരുന്നു ഇതെന്ന നാട്ടുകാരുടെ ആ വാക്കിന്, പ്രദേശവാസികളുടെ ആ നിർദ്ദേശത്തിന് വലിയ വില കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം. എന്നാണെങ്കിലും ഇനി പ്രതീക്ഷിച്ച പോലെ വേഗത്തിൽ ഈ നിർമ്മാണം 4 മാസത്തിനുള്ളിൽ പൂർത്തിയാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. എന്തായാലും ദേശീയ തലത്തിൽ വരെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അശാസ്ത്രീയമായ നിർമ്മാണം എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ച സംഭവമാണ് കൂടിയാടുണ്ടായത്. എന്തായാലും അവിടെ വയഡക്റ്റുകളുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ സർവീസ് റോഡുകൾ വഴി ഗതാഗതം സുഗമമാക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നു. എന്തായാലും പ്രാദേശികമായൊക്കെ ഉയർന്ന ആവശ്യമാണ്, വളരെ നേരത്തെ തന്നെ നിർമ്മാണം ഈ രീതിയിലൊക്കെ വേണമെന്ന്. അന്ന് അതൊക്കെ അവഗണിക്കപ്പെടുകയായിരുന്നു. എന്തായാലും 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് അനുമോദ് ചൂണ്ടിക്കാട്ടിയത്. നമുക്കിനി മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വേഗത്തിലൊന്ന് നോക്കാം. ഡൽഹി മുഖ്യമന്ത്രി രേഖ ശർമ്മയ്ക്ക് നേരെ പൊതുപരിപാടിക്കിടെ ആക്രമണം. ജനസമ്പർക്ക പരിപാടിക്കിടെ മുഖത്തടിച്ചു. സംഭവം രാവിലെ ഔദ്യോഗിക വസതിയിൽ. പരിക്കേറ്റ രേഖ ശർമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അക്രമി പിടിയിൽ. അപലപിച്ച് BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പത്രിക സമർപ്പണത്തിനെത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമൊപ്പം. പിന്തുണയുറപ്പിച്ച NDA ക്യാമ്പ് YSR കോൺഗ്രസ് പിന്തുണ അറിയിച്ചു. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്നും പുതുതലമുറ മത്സരിക്കട്ടെ എന്നും VM സുധീരൻ. കോൺഗ്രസ് MP-മാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആലോചിക്കുന്നു എന്ന ന്യൂസ് 18 വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു സുധീരൻ. താൻ മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയതാണ്. ഗ്രൂപ്പിസത്തിന്റെ കെടുതികൾ കേരളത്തിലെ കോൺഗ്രസിന് അറിയാമെന്നും സുധീരൻ. കോഴിക്കോട് യൂത്ത് കോൺഗ്രസ് സമര പരിപാടിയിൽ നിന്നും ചാണ്ടി ഉമ്മൻ വിട്ടുനിന്നെന്ന വിവാദത്തിന് പിന്നാലെ DCC ഓഫീസിലെത്തി ചാണ്ടി ഉമ്മൻ. സംഭവിച്ചത് ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമെന്ന് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു. തന്റെ വാക്ക് ദുർവ്യാഖ്യാനിച്ചതാണെന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറും വ്യക്തമാക്കി. നിമിഷപ്രിയ കേസിൽ ഇടനിലക്കാരൻ എന്ന് അവകാശപ്പെട്ട KA പോളിനെതിരെ ചാണ്ടി ഉമ്മൻ. പോളിനെതിരെ ആക്ഷൻ കൌൺസിലും പരാതി നൽകിയിരുന്നു. അനധികൃതമായി പണപ്പിരിവ് നടത്തുന്നു എന്നതായിരുന്നു പരാതിയെന്ന് ചാണ്ടി ഉമ്മൻ. കോഴിക്കോട് വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം. രോഗം സ്ഥിരീകരിച്ചത് ചേളാരി സ്വദേശിയായ 11 വയസ്സുള്ള കുട്ടിക്ക്. കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. മരിച്ച താമരശ്ശേരി സ്വദേശിനിയുടെ സഹോദരങ്ങളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയെന്ന അന്വേഷണ സമിതി. കൊടും ക്രിമിനലിന്റെ ജയിൽ ചാട്ടം ഞെട്ടിപ്പിക്കുന്നതെന്ന് കണ്ടെത്തൽ. ജീവനക്കാർക്കും അധികൃതർക്കും വീഴ്ച സംഭവിച്ചു. ജയിലിലെ അവസ്ഥ വളരെ മോശമാണെന്നും അറ്റകുറ്റപ്പണിയും പുനർനിർമ്മാണവും ആവശ്യമുണ്ടെന്നും സമിതിയുടെ കണ്ടെത്തൽ. ഇനി ഈ സായനത്തിൽ നമുക്കൊരു യാത്ര പോകാം. സായന സവാരി. പ്രകൃതി രമണീയമായ സ്ഥലമാണ് പാലക്കാട്. നിരവധി സ്ഥലങ്ങളുണ്ട് നമുക്ക് പാലക്കാട് യാത്ര പോകാനായി. പക്ഷേ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കല്ല പോകുന്നത്, ഒരു വീട്ടിലേക്കാണ് പാലക്കാട് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. വടവന്നൂരിലെ ഒരു വീട്ടിൽ. അത് സാധാരണക്കാരായ ആരുടെയും വീടല്ല, MGR ജനിച്ച വീടാണ്. അവിടേക്ക് MGR ജനിച്ച ആ വീട് ഇപ്പോൾ സംരക്ഷിത മന്ദിരമാണ്. അവിടേക്ക് നിരവധി പേരാണ് ബാക്കിയുള്ള ശേഷിപ്പുകൾ കാണാൻ, ആ സ്മാരകം കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി രമണീയമായ കൊല്ലങ്കോട് വടവന്നൂരിലാണ് MGR ജനിച്ച വീട്. അവിടേക്കാണ് നമ്മുടെ യാത്ര. കേരളീയരെക്കാൾ തമിഴ് ജനത സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മലയാളി. തമിഴകത്തെ ഇളക്കിമറിച്ച നടൻ.
തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ വഴിമാറ്റിയ തേരാളി MG രാമചന്ദ്രൻ എന്ന പാലക്കാട്ടുകാരനെ ചരിത്രം രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയൊക്കെയാണ്. പാലക്കാട് സ്വദേശി മേലകത്ത് ഗോപാലമേനോന്റെയും മരുതൂർ സത്യഭാമയുടെയും മകനാണ് MGR എന്ന ചുരുക്കപ്പേരിൽ പിൽക്കാലത്ത് ചരിത്രത്തിന്റെ ഭാഗമായ MG രാമചന്ദ്രൻ. വടവന്നൂരിലെ സത്യവിലാസം എന്ന വീട്ടിലാണ് MGR ജനിച്ചത്. ഈ വീട് ഇപ്പോൾ അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിച്ച് പുതുക്കിയിട്ടുണ്ട്. ഒരു ആർട്ട് ഗാലറിയും സമീപത്തായി സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ ജീവിതരേഖകൾ അടയാളപ്പെടുത്തുന്ന ഫോട്ടോകൾ നിരനിരയായി വെച്ചിരിക്കുന്നു. സാങ്കേതികമായി പഞ്ചായത്തിന് നേരിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് നേരിട്ടോ ചെയ്യാൻ കഴിയാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. കാരണം അത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ളതല്ല, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളതല്ല. പക്ഷേ ഇത് പത്രത്തിലൂടെ വാർത്തകൾ ആവുകയും മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വരികയും തമിഴ്നാട്ടിൽ നിന്ന് പല ആളുകളും ഇത് പുതുക്കുന്നതിന് വേണ്ടി പ്രവർത്തനം ഏറ്റെടുക്കാമെന്ന് സന്നദ്ധ അറിയിച്ചുകൊണ്ട് അന്ന് നമ്മളെ സമീപിക്കുകയും അതിൽ നിന്നാണ് ആ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ കാണുന്നതിലേക്ക് എത്തുന്ന തമിഴ്നാട്ടിലെ സെയ്തേപ്പേട്ട മുൻ MLAയും ചെന്നൈ മുൻ മേയറുമായിട്ടുള്ള സെയ്തേ ദൊരൈസ്വാമി എന്ന വ്യക്തിയാണ് ഈ കാണുന്ന നിലയിലേക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് സാമ്പത്തികമായി സഹായം നൽകി കെട്ടിടത്തോടൊപ്പം MGRന്റെ വീട് പുതുക്കിപ്പണിയുന്നതിനോടൊപ്പം തന്നെ തൊട്ട് ഈ കാണുന്ന ഒരു ആർട്ട് ഗാലറിയും അതിന് തൊട്ട് തന്നെ പഞ്ചായത്തിന് വേണ്ടി ഒരു അംഗനവാടി കെട്ടിടം നിർമ്മിച്ച് പഞ്ചായത്തിൻ്റെ ഒരു അംഗനവാടി കെട്ടിടം ഇവിടെ പൂർത്തീകരിച്ച് ഒരു അംഗനവാടി പ്രവർത്തിച്ചു വരികയാണ്. അതിനെ വടവന്നൂർ ഗ്രാമപഞ്ചായത്ത് തന്നെ MGR സ്മാരക അംഗനവാടി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. MGRന്റെ പാർട്ടി അംഗത്വത്തിന്റെ കോപ്പിയും 1974 ആദ്യമായി MLA ആയതിന്റെ ഐഡന്റിറ്റി കാർഡും ഉൾപ്പെടെ ഇവിടെ കാണാം. പൊതുജനങ്ങൾക്ക് ഇവിടെ പ്രവേശനം സൗജന്യമാണ്. ഇതുവരെ MGR അഭിനയിച്ച എല്ലാ സിനിമകളുടെയും റിലീസ് വർഷവും സംവിധായകൻ, നിർമ്മാതാവ് എന്നിവരുടെ വിശദാംശങ്ങളും ആർട്ട് ഗാലറിയിൽ ഉണ്ട്. മക്കൾ തിലകം MGR തമിഴ് ജനതയെ സംബന്ധിച്ച് സിനിമാ താരമോ മുൻ മുഖ്യമന്ത്രിയോ അല്ല, മറിച്ച് അവരുടെ പൂജാമുറിയിലെ ദൈവസമാനമായ ആൾരൂപമാണ്. ആ MGR ജനിച്ച വീട് കാണാൻ അവധി ദിവസങ്ങളിൽ ഇപ്പോഴും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. ഈ MGRനും എനിക്കും തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ പേര് MG രേണുക എന്നായതുകൊണ്ട് തന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ചിലരെങ്കിലും ഒക്കെ MGR എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പങ്കുവെക്കുകയാണ്. എന്തായാലും പ്രവേശനം സൗജന്യമാണ്. ഞങ്ങളുടെ പ്രതിനിധി പ്രജിത് കോങ്ങാടാണ് MGRന്റെ വീട്ടിലേക്ക് യാത്ര പോയത്. പ്രേക്ഷകർക്കും പോകാം, MGRനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പോകാം. പക്ഷേ അവിടെ കൂടുതലും എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് എന്ന കാര്യം കൂടി പ്രജിത്ത് ചൂണ്ടിക്കാട്ടുകയാണ്. എന്തായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളുടെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ വീണ്ടും വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി കാണാം. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം.